നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റി 50-ലെ 50 കമ്പനികളിൽ ഏതാനും കമ്പനികൾ വളരെ വിലക്കുറവിൽ കിട്ടുന്നുണ്ട് ഇപ്പോഴും മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എന്നാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഒരിക്കലും ഈ ഒരു സ്റ്റോക്സുകളൊന്നും റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബിഗിനർ ആണെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ക്വാളിറ്റി ഉള്ള അസറ്റ്സ് വിലക്കുറവിൽ വരുന്ന സമയത്ത് വാങ്ങി വില കൂടുന്ന സമയത്ത് വിൽക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ ലോങ് ടൈമിലും ഇത് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ അത് ഷോർട്ട് ടൈമിലാണെങ്കിലും പെർഫോം ചെയ്യാം. അപ്പോൾ നമ്മൾ നിഫ്റ്റി 50-ലൊരു കമ്പനിയാണ് പവർ ഗ്രിഡ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി. അപ്പം പവർ ഗ്രിഡിൻ്റെ 1 ഇയർ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് 363 എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു വർഷമായിട്ട് ബിയറിഷ് മോഡിലാണ്. ഇപ്പോൾ അത് കറൻ്റ്ലി നിൽക്കുന്നത് 285 എന്ന് പറഞ്ഞ പ്രൈസിലാണ്. അപ്പം ഏകദേശം ഒരു 80 രൂപ ഡിപ്പുണ്ട്. അപ്പോൾ തിരിച്ച് ഈ 80 രൂപയുടെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും 30% അടുത്ത് റിട്ടേൺ ഓൾ ടൈം ഹൈയിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും വിൽക്കാം. അതല്ല, അത് താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 250 എന്ന റീജിയൻ, ആ ഒരു റീജിയനിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും ചെറിയ രീതിയിൽ ആവറേജ് ചെയ്യാം. ഒരിക്കലും ക്വാളിറ്റി ഉള്ള അസറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എൻട്രി എടുക്കുന്നത്. അപ്പോൾ അധികം ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒന്നും പഠിക്കാതെ നിഫ്റ്റി 50-ലെ സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ മാക്സിമം വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓൾ ടൈമിലും ഈ ഒരു സ്റ്റോക്ക് മോശമില്ലാത്ത പെർഫോമൻസ് തന്നിട്ടുണ്ട്. കൂടത്തിൽ നല്ലൊരു ഡിവിഡൻറ്റ്, ഏകദേശം 3% ഡിവിഡൻറ്റും ഈ ഒരു കമ്പനി തരുന്നുണ്ട്, ഇയർലി ഡിവിഡൻറ്റ്. ഇവിടെ 360 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴോട്ട് വന്ന് 250 എന്ന ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 285-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടും. അതൊരു 1 വർഷം കൊണ്ട് വന്നു കഴിഞ്ഞാലും മോശമില്ലാത്ത റിട്ടേൺ ആണ്. ഒപ്പം ഡിവിഡൻറ്റ് യീൽഡും എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നു അത്ര സമയത്ത് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റോക്കാണ് ONGC. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതും 1 ഇയറിൽ ക്ലിയർ ആയിട്ട് ബിയറിഷ് മോഡിൽ തന്നെയായിരുന്നു. നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് 234 എന്ന പ്രൈസിലാണ് ലാസ്റ്റ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് മാക്സിമം വ്യൂവിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് ഓൾ ടൈം ഹൈ ആയിട്ട് 330 എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 1-2 വർഷം കൊണ്ടാണെങ്കിലും ഈ ഒരു 330 എന്ന് പറഞ്ഞ ഹൈ ടച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം ഒരു 40% റിട്ടേൺ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു സെക്ടറിലെ വലിയ കമ്പനിയാണ്, നമ്പർ 1 നമ്പർ 2 വരുന്ന കമ്പനിയാണ്, നിഫ്റ്റി 50-ൽ തന്നെയുള്ളൊരു കമ്പനിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ. അപ്പം ഇവിടെയും അങ്ങനെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇൻ കേസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് റീജിയൻസ്, ഇത് നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു ഈ ഒരു 180 എന്ന് പറഞ്ഞ റീജിയൻസ്. അതുപോലെ തന്നെ ഈ കാണുന്ന പോയിൻറ്റ്സ് നമുക്ക് ഈ കാണുന്ന 200 എന്ന് പറഞ്ഞ ഒരു നല്ല ലെവലാണ്. അപ്പോൾ അങ്ങനെയുള്ള ലെവൽസിൽ നമുക്ക് വീണ്ടും ആവറേജ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ടൈമിൽ വളരെ വലിയ ഹ്യൂജ് റിട്ടേൺ ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു, അത് 1900 ആയിരുന്നു. അപ്പോൾ 1900-ന് ശേഷം അത് പതിയെ ബിയറിഷ് മോഡിൽ ഇപ്പോൾ 1592-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്, ഏകദേശം ഒരു 300 രൂപ മിച്ചം പ്രോഫിറ്റ് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 300 രൂപ, ഏകദേശം ഒരു 20-25% റിട്ടേൺ ഇവിടെ നമുക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് 2 രീതിയിൽ പ്ലാൻ ചെയ്യാം. ഒന്നുകിൽ ഓൾ ടൈം ഹൈയിൽ ചെല്ലുന്ന സമയത്ത്, ഓൾ ടൈം ഹൈയിലൊക്കെ ചെല്ലുന്ന സമയത്ത്, ഇങ്ങനെ ഓൾ ടൈം ഹൈയിലേക്ക് തിരിച്ച് ചെല്ലുന്ന സമയത്ത് ആ ഒരു പോയിന്റിൽ വിറ്റ് കളയാം ഹാഫ് ക്വാണ്ടിറ്റി, ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. അങ്ങനെയും പ്ലാൻ ചെയ്യാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ള അസറ്റ്സ് പതിയെ ആഡ് ചെയ്ത് പോവുക മുമ്പോട്ട് പോകുന്നതനുസരിച്ച്. ഇപ്പോൾ നല്ലൊരു SIP പോലെ റൺ ചെയ്തുകൊണ്ടിരിക്കുക ഈ മെത്തേഡ്. പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അത് പതുക്കെ ഹോൾഡ് ചെയ്ത് വെക്കുക. പ്രോഫിറ്റും ക്യാപിറ്റലും കൂടെ കൂട്ടി പുതിയ എൻട്രി എടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാനും സ്റ്റോക്കുകൾ ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിഫ്റ്റി 50-ലെ കമ്പനികളായതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് എന്ന് നമുക്ക് അധികം പഠിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സറോദയുടെയും ഒക്കെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.